ക്രിസ്തു തൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ച് പറയുമ്പോൾ പത്രോസ് അവനെ ഞാൻ തള്ളിപ്പറയുകയില്ല, അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള ഒരു വാഗ്ദാനത്തോടൊപ്പം അവിടത്തോട് സംസാരിക്കുന്നുണ്ട്. കർത്താവിനെ തള്ളിപ്പറയുകയില്ല എന്ന് പറയുമ്പോഴും എന്തായി തീരും എന്ന് നമുക്ക് പിന്നീടുള്ള വാക്യങ്ങളിൽ മനസ്സിലാകുന്നുണ്ട്. പിന്നീടുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്നതായിട്ടും കർത്താവ് പ്രവചിച്ചിരുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് സംഭവിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാകും. നാം ചിന്തിക്കേണ്ടതും ഇപ്രകാരമാണ്. നമ്മുടെ ജീവിതത്തിലൂടെ ഇപ്രകാരമാണോ നാം പ്രവർത്തിക്കുന്നത്? പലപ്പോഴും ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുകയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമാകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ നാം കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്നാൽ വിശുദ്ധിയോടുകൂടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത പല അവസരങ്ങളും ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള അവസരങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യേശുവിനെ കൂടുതൽ അവിടുത്തെ അടുത്തറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ആ ഒരു മനസ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.